നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 12ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ നാം വനവാസത്തെ കുറിച്ച് സംസാരിച്ചു. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല വളർത്താനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ രാമായണത്തിലെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിലേക്ക് കടക്കുകയാണ്, ശൂർപ്പണഖ. പലരും അവളെ ഒരു രാക്ഷസിയായി മാത്രം കാണുന്നു. എന്നാൽ രാമായണം ആഴത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകും, ശൂർപ്പണഖ ഒരു വ്യക്തി മാത്രമല്ല, നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുടെയും നിയന്ത്രണമില്ലാത്ത കോപത്തിന്റെയും പ്രതീകമാണ്. പഞ്ചവടിയിൽ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും താമസിക്കുകയായിരുന്നു. അപ്പോഴാണ് ശൂർപ്പണഖ അവിടെ എത്തുന്നത്. ശ്രീരാമനെ കണ്ടപ്പോൾ അവൾക്ക് ആകർഷണം തോന്നി. അവൾ തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. ശ്രീരാമൻ ശാന്തമായി മറുപടി നൽകി. ഞാൻ വിവാഹിതനാണ്. അദ്ദേഹം ലക്ഷ്മണനെ ചൂണ്ടിക്കാട്ടി. ലക്ഷ്മണനും അത് വിനോദഭാവത്തിൽ തിരിച്ചുവിട്ടു. പക്ഷേ നിരസിക്കപ്പെട്ടപ്പോൾ ശൂർപ്പണഖ തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചില്ല. അവൾ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇവിടെയാണ് കഥയുടെ വഴിത്തിരിവ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആഗ്രഹം തെറ്റല്ല, പക്ഷേ ധർമ്മത്തിന്റെ അതിരുകൾ ലംഘിക്കുന്ന ആഗ്രഹമാണ് അപകടം. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മുടേതാവണമെന്നില്ല. എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നുമില്ല. അത് അംഗീകരിക്കാൻ പഠിക്കുന്നതാണ് പക്വത. ശൂർപ്പണഖയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? നിരസിക്കപ്പെടൽ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും അതേ പ്രശ്നം സമൂഹത്തിൽ കാണുന്നില്ലേ? ഒരു അഭിപ്രായം അംഗീകരിക്കാത്തപ്പോൾ കോപം, ഒരു ബന്ധം അവസാനിക്കുമ്പോൾ പക, ഒരു ആഗ്രഹം നടക്കാത്തപ്പോൾ പ്രതികാരം. രാമായണം നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. നിയന്ത്രണമില്ലാത്ത ഒരു നിമിഷം ജീവിതം മുഴുവൻ മാറ്റിമറിക്കാം. ഈ സന്ദർഭത്തിൽ ഭാഗവത പുരാണത്തിലെ ഒരു സംഭവം ഓർക്കാം. ഹിരണ്യകശിപു വളരെ ശക്തനായ ഒരു രാജാവായിരുന്നു. തപസ്സിലൂടെ അപാരമായ വരങ്ങൾ നേടി, ലോകത്തെ മുഴുവൻ കീഴടക്കി. എന്നാൽ ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല: അഹങ്കാരം. എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ കീഴടക്കി. സ്വന്തം മകനായ പ്രഹ്ലാദൻ ശ്രീ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് പോലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹത്തോടെ ഉപദേശിക്കേണ്ടിടത്ത് കോപത്തോടെ ശിക്ഷിക്കാൻ ശ്രമിച്ചു. പ്രഹ്ലാദനെ പല വിധത്തിൽ ഉപദ്രവിച്ചു. പക്ഷേ ഓരോ തവണയും ദൈവം പ്രഹ്ലാദനെ രക്ഷിച്ചു. ഒടുവിൽ ഹിരണ്യകശിപുവിന്റെ അഹങ്കാരം തന്നെ അദ്ദേഹത്തിന്റെ നാശത്തിന് കാരണമായി. നരസിംഹാവതാരത്തിൽ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ സംഹരിച്ചു. ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ശക്തിയല്ല മനുഷ്യനെ മഹാനാക്കുന്നത്, വിനയമാണ്. വിജയമല്ല മനുഷ്യനെ ഉയർത്തുന്നത്, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ശൂർപ്പണഖയ്ക്ക് തന്റെ ആഗ്രഹം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. രാവണന് തന്റെ അഹങ്കാരം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഹിരണ്യകശിപുവിന് തന്റെ കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രഹ്ലാദന് തന്റെ ഭക്തിയും മനസ്സും നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും നാം പ്രഹ്ലാദനെ ആദരിക്കുന്നത്. ഈ കഥ നമ്മോട് പറയുന്നത് ഒരു സത്യമാണ്. പുറത്തുള്ള ശത്രുക്കളെ ജയിക്കുന്നതിനേക്കാൾ വലിയ വിജയം നമ്മുടെ ഉള്ളിലെ കോപത്തെയും അഹങ്കാരത്തെയും അമിതമായ ആഗ്രഹങ്ങളെയും ജയിക്കുന്നതാണ്. ശൂർപ്പണഖയുടെ അപമാനത്തിന് ശേഷം അവൾ രാവണന്റെ അടുത്തേക്ക് പോയി സീതയുടെ സൗന്ദര്യം വർണ്ണിച്ചു. അത് രാവണന്റെ മനസ്സിൽ ആഗ്രഹവും അഹങ്കാരവും ഉണർത്തി. അവിടെ നിന്നാണ് സീതാപഹരണത്തിലേക്കും ലങ്കായുദ്ധത്തിലേക്കും രാവണന്റെ പതനത്തിലേക്കും നയിച്ച സംഭവ പരമ്പര ആരംഭിക്കുന്നത്. ഒരു ചെറിയ തെറ്റായ തീരുമാനം എത്ര വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായെന്ന് നോക്കൂ. ഇന്നത്തെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നു. ഒരു നിമിഷത്തെ കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് വർഷങ്ങളായുള്ള സൗഹൃദം തകർക്കാം. ഒരു തെറ്റായ സന്ദേശം ഒരു കുടുംബത്തെ വേദനിപ്പിക്കാം. ഒരു നിമിഷത്തെ അഹങ്കാരം ഒരു നല്ല അവസരം നഷ്ടപ്പെടുത്താം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത്, കോപം വരുമ്പോൾ സംസാരിക്കരുത്, സന്തോഷം വരുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക. ശൂർപ്പണഖയുടെ കഥ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന കഥയല്ല, അതുപോലെ പുരുഷന്മാരെയും കുറ്റപ്പെടുത്തുന്ന കഥയുമല്ല. ഇത് മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള കഥയാണ്.
നമ്മുടെ ഉള്ളിലുള്ള അമിതമായ ആഗ്രഹം, അസൂയ, അഹങ്കാരം, പ്രതികാര ബുദ്ധി ഇവയെല്ലാം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കഥ പറയുന്നത്. രാമായണം ഒരിക്കലും കഥാപാത്രങ്ങളെ മാത്രം കാണിക്കാൻ ശ്രമിക്കുന്നില്ല. ഓരോ കഥാപാത്രത്തിലൂടെയും നമ്മുടെ മനസ്സിനെ കാണിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. ശൂർപ്പണഖ എന്ന കഥാപാത്രത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് കോപം വന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളത് ലഭിക്കാതിരുന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്തിയാൽ രാമായണ പാരായണം ഫലം കണ്ടു എന്ന് പറയാം. ഒരു സന്യാസി ഒരിക്കൽ പറഞ്ഞു, ശത്രു പുറത്തല്ല, അവൻ ആദ്യം നമ്മുടെ മനസ്സിലാണ് ജയിക്കുന്നത്. നമ്മുടെ കോപം ജയിച്ചാൽ പകുതി യുദ്ധം ജയിച്ചു. നമ്മുടെ അഹങ്കാരം ജയിച്ചാൽ ജീവിതം ജയിച്ചു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്ന് മുതൽ കോപം വന്നാൽ ഉടനെ പ്രതികരിക്കില്ല. ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ. എന്റെ ആഗ്രഹങ്ങൾക്ക് ധർമ്മത്തിന്റെ അതിരുകൾ നിശ്ചയിക്കും. ഇതാണ് ശൂർപ്പണഖയുടെ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ജീവിത പാഠം. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ മറ്റൊരു നിർണായക സംഭവത്തിലേക്ക് പോകാം. സ്വർണമാൻ. മായയുടെ പിന്നാലെ ഓടുമ്പോൾ നഷ്ടമാകുന്നത് എന്ത്? മാരീചൻ എന്തുകൊണ്ടാണ് സ്വർണമാനായി മാറിയത്? എന്തുകൊണ്ടാണ് പുറമേ തിളങ്ങുന്നതെല്ലാം സത്യമാകാത്തത്? ഇന്നത്തെ ഡിജിറ്റൽ ലോകവുമായി അതിന് എന്ത് ബന്ധമുണ്ട്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കടക മാസത്തിൽ ശ്രീരാമന്റെ ധർമ്മബോധവും സീതാദേവിയുടെ ആത്മശക്തിയും നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.